എന്റെ തലവേദന മാറ്റാൻ, എന്റെ മനപ്രയാസം മാറ്റാൻ, എന്റെ ദുരന്തങ്ങൾ മാറ്റാൻ എന്നെ ഏറ്റവും കൂടുതൽ അറിയുന്ന എന്റെ റബ്ബിനാണ് ഏറ്റവും കൂടുതൽ എന്നോട് കരുണയുള്ളതെന്ന് ചിന്തിക്കുമ്പോൾ റബ്ബിനോട് പറഞ്ഞ് ഈ പ്രശ്നങ്ങൾ പറഞ്ഞ് ഞാൻ ഇതൊന്ന് നിവർത്തിപ്പിച്ചു തരാൻ ഇതിനേക്കാൾ കരുണയുള്ളവരാണ് മൊഹീദ്ദീൻ ശൈഖ് എന്നോ, ഇതിനേക്കാൾ കരുണയുള്ളവരാണ് മറിയം ബീവി എന്നോ, ഇതിനേക്കാൾ കരുണയുള്ളവരാണ് കേവലം മറപ്പെട്ട് കിടക്കുന്ന ആളുകളെന്നോ ഉള്ള മിഥ്യാധാരണ പഠിപ്പിക്കുക വഴി അല്ലാഹുവിനെ മനസ്സിലാക്കുന്ന വിഷയത്തിൽ ആളുകളെ വഴിതെറ്റിക്കുകയാണ്. ഇവിടെയാണ് എന്തുകൊണ്ട് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിക്കുമ്പോൾ നാം സൂചിപ്പിക്കുന്നത്, അല്ലാഹുവിനെ പോലെ കാരുണ്യമുള്ള മറ്റാരും ലോകത്തില്ല കേട്ടോ. മനുഷ്യന്മാരോട് ചോദിക്കും തോറും വെറുപ്പ് തോന്നും, ഓരോരുത്തരോടും ചോദിക്കും തോറും നമ്മളോട് വെറുപ്പ് തോന്നും. അല്ലാഹുവിനോ ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉകും, റബ്ബ് നിങ്ങളെ പരിഗണിക്കുന്നത് പോലും നിങ്ങളുടെ ദുആയുള്ളത് കൊണ്ടാ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, 5 നേരത്തെ നമസ്കാരങ്ങൾക്ക് ശേഷം കൈകൾ ഉയർത്തി കണ്ണുനീരൊലിപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, ആ പ്രാർത്ഥനയാണ് പടച്ചതമ്പുരാൻ നമ്മളെ പരിഗണിക്കാനുള്ള മാനദണ്ഡമാക്കി മാറ്റുന്നത്. എപ്പോഴെങ്കിലും നമുക്ക് വിഭവങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ ഏതെങ്കിലും മുക്കുമൂലകളിൽ നിന്നുള്ള ഏതെങ്കിലും പാവങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കൊണ്ടാണെന്ന് ഖുർആനിന്റെ സൂചനകളിലുണ്ട്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, റബ്ബ് നമ്മളെ പരിഗണിക്കാനുള്ള മാനദണ്ഡമാണ് റബ്ബിനോടുള്ള പ്രാർത്ഥന. റബ്ബിന് നമ്മളോടുള്ള കരുണ പോലെ, കാരുണ്യം പോലെ ലോകത്തൊരു വ്യക്തിക്കും ഉണ്ടാവുകയില്ല, ഒരു വലിയനും ഒരു തങ്ങൾക്കും ഉണ്ടാവുകയില്ല. അല്ലാഹുവല്ലാത്ത ആരോട് പ്രാർത്ഥിക്കാനും ഖുർആൻ അനുമതി നൽകിയിട്ടില്ല. ഈ കൊടുത്തിരിക്കുന്ന ആയത്ത് ഖുർആനിൽ ഇല്ലാത്ത ആയത്താണ്. എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആനാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഖുർആനിൽ പോലും അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പഠിപ്പിക്കുകയും ചെയ്താൽ പിന്നെ നടക്കുന്നത് എന്താ? പിന്നെ കാണിക്കകളും നൈവേദ്യങ്ങളും അർപ്പിക്കപ്പെടുന്ന ആരാധനാ രീതികളാണ്. നോക്കൂ നിങ്ങള്, മകരജ്യോതിയുമായി ബന്ധപ്പെട്ട വിവാദം നമ്മുടെ നാട്ടില് വളരെ പെട്ടെന്ന് കെട്ടടങ്ങിപ്പോകാൻ ആളുകൾ പരിശ്രമിച്ചത് എന്തുകൊണ്ടാണ്? സർക്കാർ അത് അന്വേഷിക്കാൻ താല്പര്യമില്ലാത്തത് എന്തുകൊണ്ടാണ്? ഹൈക്കോടതി ചോദിച്ചിട്ട് പോലും അതിന് കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള വിഷയമാക്കി ആളുകൾ എടുക്കാത്തത് എന്തുകൊണ്ടാണ്? അതിൽ ഒരു വലിയ വിഭാഗത്തിന് ആളുകൾക്ക് നേട്ടമുണ്ട്. കേരളത്തിന് പുറത്തുനിന്നുള്ള ആളുകളാണ് മകരജ്യോതി എന്ന പേരിൽ ആ തെളിയിക്കുന്ന ദീപം ദിവ്യമാണെന്ന ചിന്തയോടുകൂടി വരുന്നത്. കേരളത്തിലുള്ള ആളുകൾക്ക് യുക്തിവാദികൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പൊന്നമ്പലമേട്ടിൽ KSEB ഉദ്യോഗസ്ഥനാണ് പോയിട്ട് കർപ്പൂരം കത്തിക്കുന്നതെന്ന്. അത് ദിവ്യജ്യോതി അല്ലെന്ന് കേരളത്തിലെ അധികം ആളുകൾക്കും അറിയാം. ആന്ധ്രക്കാർക്ക് അറിയില്ലല്ലോ, കർണാടകക്കാർക്ക് അറിയില്ലല്ലോ. അവര് കടന്നു വരുന്നത് ഒരു ദിവ്യജ്യോതി കാണാനാണ്. അത് കാണുമ്പോഴാണ് തിക്കും തിരക്കും ഉണ്ടായത്. അങ്ങനെയാണ് പുല്ലുമേട് ദുരന്തം സംഭവിച്ചത്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത്, അന്ധവിശ്വാസങ്ങളെ വിപണനം ചെയ്യുന്ന മേഖല വിശ്വാസത്തിന്റെ മേഖലയായി വളർന്നിട്ടുണ്ട്. നോക്കൂ നിങ്ങള്, എവിടെയും കാണിക്കവഞ്ചികളും നേർച്ചപ്പെട്ടികളും സമർപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മനുഷ്യരതിൽ കൊണ്ടുപോയി പണമിടുന്നത് ആവശ്യങ്ങൾ നിർവഹിക്കാനാണെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശത്തിലായ ഏർപ്പാടില്ലല്ലോ. മനുഷ്യ മനസ്സുകളുടെ നൊമ്പരങ്ങളും പ്രയാസങ്ങളും പരിദേവനങ്ങളും പ്രതീക്ഷകളും നിരാശകളും കാണുന്ന രാജാതിരാജനായ പടച്ചതമ്പുരാനോട് ചോദിക്കുമ്പോൾ ആ റബ്ബിന്റെ കാരുണ്യാതിരേകത്താൽ അവൻ നൽകുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഉദൂനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോടാണ് ദുആ ചെയ്യേണ്ടത്, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്നാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹുവിന്റെയും പടപ്പുകളുടെയും ഇടയിൽ മധ്യവർത്തി വേണോ? ചില ആളുകൾ ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അല്ല മുജാഹിദേ, നിങ്ങൾ പറയാറുണ്ടല്ലോ പടച്ചോന്റെയും പടപ്പുകളുടെയും ഇടയിൽ മധ്യവർത്തി വേണ്ടാന്ന്. പക്ഷേ നമുക്ക് ഖുർആൻ കിട്ടിയത് എങ്ങനെയാണ്? പക്ഷേ നമുക്ക് ഇസ്ലാം കിട്ടിയത് എങ്ങനെയാണ്? പക്ഷേ നമുക്ക് നിസ്കാരം കിട്ടിയത് എങ്ങനെയാണ്? ഖുർആൻ അല്ലാഹ് നേരിട്ട് നമ്മളെ കയ്യിൽ തന്നതല്ലല്ലോ, ഇസ്ലാം അല്ലാഹ് നേരിട്ട് നമ്മുടെ കയ്യിൽ തന്നതല്ലല്ലോ. ഒരു മധ്യവർത്തി അള്ളാന്റെയും നമ്മുടെയും ഇടയിൽ ഉണ്ടായിരുന്നില്ലേ? ഖുർആൻ കിട്ടാൻ ഒരു ജിബ്രീൽ എന്ന് പറയുന്ന മധ്യവർത്തി ഉണ്ടായിരുന്നില്ലേ? ഇസ്ലാം കിട്ടാൻ പ്രവാചകൻ എന്നുള്ളൊരു മധ്യവർത്തി ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ഇസ്ലാം കിട്ടാനും ഖുർആൻ കിട്ടാനും നിസ്കാരം പഠിക്കാനും ഒക്കെ ഒരു ഇടത്തട്ട് കേന്ദ്രം പോലെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ കൂടുതൽ കിട്ടാൻ എളുപ്പമുള്ളൊരു മധ്യവർത്തി നല്ലതല്ലേ? മുഖ്യമന്ത്രിയോട് നേരിട്ട് ചോദിക്കാത്തതുപോലെ, ഹൈ വോൾട്ടേജിൽ എടുക്കുന്ന കരണ്ടിൽ നിന്ന് നേരിട്ട് നമ്മൾ വൈദ്യുതി എടുക്കാത്തതുപോലെ ഇടയിൽ ഒരു പവർ നിയന്ത്രിക്കുന്ന ഒരു കേന്ദ്രമുള്ളത് നല്ലതല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്.
നമ്മൾ എവിടെയാണ് മധ്യവർത്തി വേണ്ട എന്ന് പറഞ്ഞത്? മുജാഹിദ് പ്രസ്ഥാനം പുതിയൊരു ആശയവും ലോകത്തോട് പറഞ്ഞിട്ടില്ല. ഖുർആനിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തില് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പറയുന്ന സന്ദർഭത്തിൽ മധ്യവർത്തി ഒഴിവാക്കുന്ന ഒരു രംഗമുണ്ട്. ഫഖ്റുദ്ദീൻ റാസി വിശദീകരിക്കുകയാണ്, മലഞ്ചെരിവുകളിലൂടെ യാത്ര പോകുന്ന നബിയും സഹാബത്തും സഹാബികളിൽ നിന്ന് തക്ബീറിന്റെ, തഹ്ലീലിന്റെ, സ്വലാത്തിന്റെ, പ്രാർത്ഥനകളുടെ മന്ത്രധ്വനികൾ ഉച്ചത്തിലാവുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു പതുക്കെ മതി, പതുക്കെ മതി എന്ന് കേട്ടപ്പോഴേക്ക് സഹാബികൾക്ക് സംശയമായി. പടച്ചോൻ എവിടെയാ ഉള്ളത്? അല്ല എവിടെയാ ഉള്ളത്? അള്ളാന്റെ റസൂലിനോട് അവർ ചോദ്യം ചോദിച്ചു, പടച്ചോൻ എവിടെയാ? അല്ല എവിടെയാ? നമ്മൾ പതുക്കെ പ്രാർത്ഥിച്ചാലും പടച്ചോൻ കേൾക്കോ? അല്ലാഹു ഖുർആനിന്റെ ആയത്ത് അവതരിപ്പിച്ചു, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബ് ദഅവത്തദ് ദാഇ ഇദാ ദഅൻ. എന്നെപ്പറ്റി എന്റെ അടിമ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവന്റെ സമീപസ്ഥനാണ്. ചോദിക്കുന്നവന്റെ ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകുക തന്നെ ചെയ്യും. ഫഖ്റുദ്ദീൻ റാസി വിശദീകരിക്കുകയാണ്, ഖുർആനിൽ പല ചോദ്യങ്ങളും പ്രതിപാദിച്ചപ്പോൾ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പ്രവാചകൻ നിശ്ചയിച്ചിരുന്നു. യസ്അലൂനക അനിൽ മഹീദ്, ഖുൽ നബിയെ പറയണമെന്ന് പറഞ്ഞു. യസ്അലൂനക അനിൽ ഹിലാൽ, ഹിലാലിനെ പറ്റി ചോദിക്കുന്നു, ഖുൽ പറയണമെന്ന് പറഞ്ഞു. യസ്അലൂനക അനിൽ റൂഹ്, റൂഹിനെ പറ്റി ചോദിക്കുന്നു, ഖുൽ പറയണമെന്ന് പറഞ്ഞു. അല്ലാഹനെ പറ്റി ചോദ്യം വന്നപ്പോഴോ, പ്രാർത്ഥനയെ പറ്റി പരാമർശം വന്നപ്പോഴോ, വഇദാ സഅലക ഇബാദി, എന്നെ പറ്റി എന്റെ അടിമ ചോദിച്ചു കഴിഞ്ഞാൽ ഖുൽ എന്ന് പറയാം, പിന്നെ പ്രവാചകൻ വേണ്ട. ഫഇന്നീ ഖരീബ്, ഞാൻ അവന്റെ സമീപസ്ഥനാണ്. ഉജീബ് ദഅവത്തദ് ദാഇ ഇദാ ദഅൻ, എന്നോട് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് പറഞ്ഞപ്പോ റാസി വിശദീകരിക്കുകയാണ്, അബ്ദീ, അല്ല നമ്മളോട് പറയാണ്, എന്റെ അടിയാന്മാരെ, ഇന്നമാ തഹ്താജു ഇലൽ വാസിത്താ ഫീ ഗൈരി വഖതി ദുആ, പ്രാർത്ഥനയില്ലാത്ത പല സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് മധ്യവർത്തി വേണം. അമ്മാ ഫീ മഖാമി ദുആ, പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ഫലാ വാസിത്ത ബൈനി വബൈനക, എന്റെയും നിന്റെയും ഇടയിൽ മധ്യവർത്തി വേണ്ട, ഇടത്തട്ട് കേന്ദ്രം വേണ്ട, ഇടയാളം വേണ്ട. ഫഇന്നീ ഖരീബ്, ഞാൻ നിന്റെ സമീപസ്ഥനാ.